പണ്ട് കാലം മുതലെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളാണ് ഈ അരളിപ്പൂവ്, സൂര്യകാന്തി പൂവ്. ഇതൊക്കെ അത്ത ഇടുമ്പോഴൊക്കെ ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ അമ്പലങ്ങളിലും അരളിപ്പൂവ് ഇല്ലാത്ത ഒരു പൂജയോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ ഈ അരളിപ്പൂവിനെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞതാണ്. ഒരു കുട്ടിയല്ല, 1 2 3 പേർക്ക് ചെറിയ അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞതാണ്. അതിൻ്റെ ഇലയോ കായോ ഒക്കെ കഴിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത്. എന്നിരുന്നാലും ചില അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും പഴയതുപോലെ ചാലക്കടകളിലൊക്കെ ചെന്നാൽ അരളിയുടെ സാന്നിധ്യം അവിടെ വളരെ കുറവാണ്. ചാലയിൽ നമ്മൾ പൂക്കടയിൽ കയറുമ്പോൾ തന്നെ അറിയാം, അരളി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഒരുപാട് പേരുടെ വരുമാന മാർഗമായിരുന്നു ഈ അരളിപ്പൂ എന്നുള്ളത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വരവ് ഉണ്ടായിരുന്ന ഒരു പൂവാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്രമേണ ഇത് കുറഞ്ഞു വരികയാണ്. ഇത് എൻ്റെ വീട്ടിലെ അരളിയാണ്. ഞാനിത് എന്നും വിളക്ക് കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് 2-3 എണ്ണം എടുത്തു വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. നമ്മളത് കടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോവാതിരിക്കുകയോ എന്ന് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. അല്ലാതെ ഇതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഒരുപാട് പേരുടെ വരുമാന മാർഗവും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഇതൊക്കെ ഒരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ ചാലക്കടകളിലായാലും അത്തത്തിനായാലും അരളി എന്ന് പറയുന്ന വലിയ ഒരു മുൻഗണന ഉണ്ടായിരുന്ന ഒരു പുഷ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ ആൾക്കാർ അതിൻ്റെ ചിലവ് കുറച്ച് കൊണ്ടുവരികയാണ്. ഞാൻ എന്തായാലും ഇത് നട്ടു വളർത്തിയിട്ടുണ്ട്. ഓക്കേ.